Hello friends, welcome to Shali's Kitchen. ഇന്ന് ഞാൻ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പലർക്കും പ്രശ്നം വരുന്നത് ഇങ്ങനെ നെയ്ച്ചോറ് ചിലപ്പോൾ ഇങ്ങനെ കുഴഞ്ഞു പോകാറുണ്ട് അരി. അതില്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുകയാണെങ്കിൽ ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം ഞാനിപ്പോൾ 2 കപ്പ് അരിയാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് അരി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ബസ്മതി റൈസാണ് എടുക്കണം. ഓക്കെ, സോ 2 കപ്പ് റൈസ് നമുക്ക് ഇതിലിടാം. ഇനി ഇത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നല്ല ക്ലിയർ വെള്ളം വരുന്നത് വരെ ഇത് വാഷ് ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പം നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ഒന്ന് കുതിർത്ത് വെക്കണം കേട്ടോ. അത്ര മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. അരി കുതിർന്ന സമയം കൊണ്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാം. അപ്പം ഞാനിത് വലിയൊരു ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട് നീളത്തിൽ കേട്ടോ. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. ഓക്കെ, ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക, കുറച്ച് ഓയിലും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെയ്യ് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ചൂടാവട്ടെ, ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. കിസ്മിസ് ഇട്ട് കൊടുക്കുക. കിസ്മിസ് ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും കേട്ടോ, ബലൂൺ പോലെ ആവും. അതാണ് ഇതിൻ്റെ പാകം. അപ്പം നമുക്ക് എടുത്ത് മാറ്റാം. നമുക്ക് ഓക്കെ, ഇനി ഇത് കിസ്മിസ് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. കിസ്മിസ് ഫുള്ള് എടുത്ത് മാറ്റാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കാം. ഓക്കെ, സോ എൻ്റെ കാഷ്യൂ ഓൾമോസ്റ്റ് ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. വേഗം എടുക്കുക. റോ ആണെങ്കിൽ കുറച്ചും കൂടി കളറ് ഇതുപോലെ ബ്രൗൺ ആവുന്നത് വരെ നിങ്ങൾ ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ. ഈ ഓയിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരുന്ന ഒണിയൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, സോ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഫ്രൈ ആയി വരികയും ചെയ്യും. പിന്നെ അത് കുറച്ചൊരു സീസണിങ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം കേട്ടോ. ഞാൻ ഒരുപാട് ഓയിൽ എടുത്ത് ഫ്രൈ ചെയ്യുന്നില്ല. ഇങ്ങനെ ആയാലും നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഫ്രൈ ആയി വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യട്ടെ, അപ്പോൾ കുറച്ചും കൂടി വേഗമാവും. ഓക്കെ, ഓൾമോസ്റ്റ് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ബ്രൗൺ ആവുന്ന സമയത്ത് ഇത് ഓപ്ഷണലാണ് കേട്ടോ. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നന്നായി കാരമലൈസ് ചെയ്തിട്ട് നമുക്ക് കിട്ടും കേട്ടോ. സോ ഓൾമോസ്റ്റ് ഇത് ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഓഫ് ചെയ്യണം, കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഇത് ഫ്രൈ ആയി വരും. ഓക്കെ, സോ നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഓക്കെ, ഇത് ഫ്രൈഡ് ഓണിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഓക്കെ, വെള്ളം ഇപ്പോൾ ഇത് 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം കളയാം കേട്ടോ. ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇതിലേക്ക് നമ്മൾ സ്പൈസ് മിക്സില്ലേ, ഒരു 2-3 ഏലക്ക, കുറച്ച് ജാതിപത്രി, കുറച്ച് ക്ലവ്, പിന്നെ സിന്നമൺ സ്റ്റിക്ക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ആകെ 2 കപ്പ് അരി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്ര മതി, ഒരുപാട് വേണ്ട. ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും അതും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും. ഓക്കെ,
അത് ഇട്ടിട്ട് പിന്നെ ഒരു ചെറിയ ഉള്ളി, ഓക്കെ, ചെറുതാണ് കേട്ടോ, അത് ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് സോട്ട് ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പം നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് അരിക്ക് ഞാൻ ബസ്മതി റൈസ് ആയതുകൊണ്ട് 4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒന്ന്, 2, 3, 4 കപ്പ് വെള്ളം ഇട്ടിട്ടുണ്ട് കേട്ടോ. ചില അരി നിങ്ങൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ. കൈമ അരിക്കൊക്കെ ചിലപ്പോൾ അത്രയും വേണ്ടി വരും. പക്ഷേ ഈ ബസ്മതി അരിക്ക് ഞാൻ കറക്റ്റായിട്ട് 1 കപ്പിന് 2 കപ്പ് വെള്ളം. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. സോ ഇതിൽ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി എടുക്കുക. നാരങ്ങ ഒഴിക്കുന്നത് കുറച്ചൊരു അസിഡിറ്റിക്കും പിന്നെ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊരു ടിപ്പാണ്. ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ റൈസ് ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനി അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം വറ്റണം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കാര്യം കൂടി ചെയ്താലേ നമുക്ക് കുഴഞ്ഞു പോകാതെ റൈസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വറ്റട്ടെ കേട്ടോ. ഇപ്പോൾ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാനിത് തുറന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഫുള്ളായിട്ട് കുക്കായിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇതിൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയണതാണ് കേട്ടോ. ഇത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇത് അടച്ചു വെച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കണം. ഓക്കെ, നമ്മൾ വിചാരിക്കും അരി വെന്തിട്ടില്ല എന്ന്. ഇത് ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ്സ് ഇതുപോലെ തന്നെ വെക്കണം. അപ്പോൾ ശരിക്കും നല്ല അരി നന്നായി വെന്ത് ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് തുറക്കത്തുള്ളൂ. ഓക്കെ, 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്കിത് ഗാർണിഷൊക്കെ ചെയ്യാം. ഓക്കെ, 15 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറന്ന് കാണിച്ചു തരാം. നോക്കൂ, ഇപ്പോഴും ചൂടുണ്ട്. ബട്ട് നോക്ക്, അരിയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നത് കണ്ടോ, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇത് എങ്ങനെയാണ് ഗാർണിഷ് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. വലിയൊരു പാത്രമാണ് എടുത്തിരിക്കണം. ഇതിലേക്ക് നമുക്ക് റൈസ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. റൈസ് എല്ലാം ഞാൻ ഇതിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കിസ്മിസും കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി കണ്ടോ, ഇപ്പോൾ എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുക്കും. സോ ഇപ്പോൾ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി, അതൊരു കളർ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മളുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. ഇത് ബെസ്റ്റ് നമ്മൾ ചിക്കൻ കറിയുടെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയുടെ ഒരു വീഡിയോ ഞാൻ ഇടാൻ നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ഇനി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.